നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ജനതാദൾ നാഷണലിസ്റ്റിൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. 2-3 മാസം എത്തുമ്പോൾ ഞാൻ എറണാകുളം ഗവൺമെൻറ് ആശുപത്രിയിൽ ചില വാർഡുകൾ സന്ദർശിക്കാറുണ്ട്, ക്യാൻസർ വാർഡ് ഉൾപ്പെടെ. അങ്ങനെ ഇന്ന് പതിവ് പോലെ മഴക്കാലമാണ്, വാർഡ് സന്ദർശിച്ചു. പഴയതിനേക്കാൾക്ക് വളരെ വ്യത്യാസമാണ്. കുറേ എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് സർക്കാർ, ചെയ്യേണ്ടതില്ല. അതിൽ 2 വൻ മരങ്ങൾ, കൊമ്പെല്ലാം പല പ്രാവശ്യം വെട്ടിയിട്ട് ഇപ്പോൾ 2 കട മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ചെറുതാണ്. എങ്കിലും കൊമ്പുകളുണ്ട്, അതിൽ ഇലകളുമുണ്ട്. അതിൽ ഇത്തിൽക്കണ്ണി കയറി കിടപ്പുണ്ട്. ഇത്തിൽക്കണ്ണി കയറി പിന്നെ ആ കൊമ്പ് ശോഷിക്കുമല്ലോ, കാരണം ഭക്ഷണം അതെടുക്കും. അതാണ് ഇത്തിക്കണ്ണി പ്രയോഗം തന്നെ പറഞ്ഞത്. അപ്പോൾ ഏതെങ്കിലും സമയത്ത് എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ കൊമ്പൊടിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെയ്യേണ്ടത് അത് വെട്ടിമാറ്റി പകരം അവിടെ വയ്ക്കുക എന്നുള്ള. ഇത് പണ്ടേ ചെയ്യണ്ടായിരുന്നു. വൻ മരങ്ങൾ, ഞങ്ങളൊരു സമരം തന്നെ ഹൈക്കോടതി ജംഗ്ഷനിൽ നടത്തി. എന്താ പറയുമോ, തെരുവോരത്ത് നിൽക്കുന്ന മരങ്ങൾക്ക് പകരം പുതിയ വൃക്ഷത്തെ നട്ട് അതൊരു കുറച്ച് വലുതാകുമ്പോൾ പഴയത് വെട്ടി മാറ്റണം എന്ന് പറഞ്ഞ് സമരം ചെയ്താണ്. അല്ലെങ്കിൽ വെട്ടി മാറ്റാൻ ഉണ്ടാവില്ല, വൈക്കലുണ്ടാവില്ല. അതുപോലെ ഇത് ചെയ്യണം. ഇത് ഞാൻ പറയുമ്പോൾ ഒരു കാര്യം പറയാം. കാരണം നമ്മുടെ ഈ പാർക്ക് അവന്യൂ റോഡുണ്ട്. ആ പാർക്ക് അവന്യൂ റോഡിൽ 2 സൈഡിൽ കുറേയധികം മരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കലൂരിൽ നിന്നും പാലാരത്തൊക്കെ വേർത്തൊലിച്ച്, ഇപ്പം മഴക്കാലാണ്, വേർത്തൊലിച്ച് വന്നാൽ അവിടെ ഒരു ആശ്വാസം കിട്ടും. എന്താ കാരണം, ആ 2 സൈഡിൽ നിന്നും ആ മരങ്ങൾ ഇപ്പം തന്നെ 70 വയസ്സിക്കുള്ളിൽ പ്രായമുണ്ട്, 70 അല്ലാതെക്കുള്ളിൽ പ്രായമുണ്ട്. പക്ഷെ ഒരൊറ്റ മരം പോലും അവിടെ വച്ചുപിടിപ്പിച്ചിട്ടില്ല. ഈ തന്നെ മറിയുമ്പോൾ, കാറ്റത്ത് മറ്റേ മറിയുമ്പോൾ വെട്ടി മാറ്റി ഒന്നല്ലാതെ വെച്ചിട്ടില്ല. നിങ്ങൾക്കറിയാത്ത ആരാ വച്ചറിയും? അത് ജസ്റ്റിസ് പി ജാനകി എമ്മയാണ്. അന്ന് ഇന്നത്തെ ഇന്നോവ കാറൊന്നുമില്ല, വെറും അംബാസഡർ കാർ, പെട്രോൾ അംബാസഡർ കാറാണല്ലേ. ആ കാറാണ് ജഡ്ജിമാർക്കുള്ളത്. ആ മാഡം വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഈ ജൗന എന്ന് പറഞ്ഞൊരു പാത്രമുണ്ട്, അതിനകത്ത് വെള്ളം കൊണ്ടുവന്ന് ഡ്രൈവറും ആ മാഡം കൂടി ഒഴിച്ച് വളർത്തിയാൽ അങ്ങനെ 10-100 മരങ്ങൾ 2 സൈഡിലും. ആ മാഡം പോയിട്ട് വർഷത്രയും. ഇപ്പോൾ ജനങ്ങൾക്ക് ഉപകാരമില്ലേ? അപ്പം നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു വെച്ചിട്ട് പോകണം സാർ. അപ്പോൾ റോഡിൻ്റെ വക്കത്ത് നിൽക്കുന്ന വലിയ മരങ്ങൾക്കെല്ലാം പകരം മരം വെച്ച് പിടിപ്പിച്ച് അതൊരു പ്രായമാകും, അതൊരു ഒരു ഘട്ടം കഴിയുമ്പോൾ ബാക്കിയെല്ലാം വെട്ടി മാറ്റണം. അതിൽ ഒന്നാണ് ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ സെൻട്രൽ ഭാഗത്ത് 2 വൻ വൃക്ഷങ്ങൾ. അത് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കണം. മറ്റൊന്ന്, ഞങ്ങൾ വിമാനത്താവളത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്കമാലി അരൂർ മെഗാ ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് 1999 വോയിസ് ഓഫ് ജസ്റ്റിസ് എന്ന സംഘടന നിരന്തരമായ പ്രക്ഷോഭം, വി ആർ കൃഷ്ണയ്യരൊക്കെ പങ്കെടുത്ത് എയർപോർട്ടിൽ വെച്ച് പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ നടത്തിയിട്ട് 26 വർഷം കഴിഞ്ഞപ്പോഴാണ് ഭാഗികമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു വഴി ഉണ്ടാക്കിയത്, അങ്കമാലി കുണ്ടന്നൂർ 6 പാത. ഞങ്ങൾ പറഞ്ഞത് മെഗാ ബൈപ്പാസ് എന്നത് ലോകത്തിൽ ആദ്യത്താണ്, 8 പാത എന്നത് ഇന്ത്യയിൽ നോയിഡ കഴിഞ്ഞ് 2ാമത്താണ്. അങ്ങനെ മോസ്റ്റ് മോർണിംഗ് ചിന്താഗതിയോടെ അരൂരിൽ നിന്ന് അങ്കമാലിയിലേക്ക് ഒരു 8 പാത വേണം. അത് എയറോനോട്ടിക്കൽ സർവേ. അങ്ങനെ എയറോനോട്ടിക്കൽ സർവേ ചെയ്യുകയാണെങ്കിൽ 30 കിലോമീറ്റർ ഉള്ളൂ. ഇപ്പോൾ എറണാകുളം അരൂരിൽ നിന്ന് അങ്കമാലിക്ക് എറണാകുളം വഴി കറങ്ങിയാൽ 60 കിലോമീറ്ററാണ്. ഇപ്പോൾ എടപ്പള്ളി ബൈപ്പാസ് വഴി കഴിയുമ്പോൾ ഇതിന് 45 കിലോമീറ്ററാണ്. അത് മൊത്തത്തിൽ വരുമ്പോൾ 30 കിലോമീറ്റർ കുറയും. ഇത് വീണ്ടും 8 പാത വന്ന മെഗാ ബൈപ്പാസിന് പകരം ഒരു ഗ്രാമീണ റോഡായിട്ട് താഴ്ത്തി കളഞ്ഞ് അതാണ് ഇങ്ങനെ കറങ്ങി തിരിച്ച് വീണ്ടും 45 കിലോമീറ്റർ വരും. 40 കിലോമീറ്റർ ദൂരമാകുമ്പോൾ ആൾക്കാർ അത്ര പോകില്ല, വീണ്ടും തന്നെ വരും. നമ്മൾ ഉദ്ദേശിച്ച അങ്കമാലിയിൽ നിന്ന് അരൂർക്ക് ഒരു പെട്ടിയിൽ കയറ്റി നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 30 കിലോമീറ്റർ ഉള്ളൂ. അത് ചെയ്യാതെ അതിൻ്റെ എല്ലാ ഗുണവും കളഞ്ഞ് ഇപ്പോൾ 25-26 വർഷം കഴിഞ്ഞപ്പോൾ ഭാഗികമായിട്ടുണ്ടാക്കി അതെല്ലാം ഒരു അശാസ്ത്രീയമായിട്ട് വരും. നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ നാട്ടുകാരും ചിന്തകരെല്ലാം ഒരു കാര്യത്തിലും ഭാവി കണ്ടുകൊണ്ടാൽ ഈ ബുദ്ധി പോയി ചെയ്യുന്നില്ല. ആർക്കു വേണ്ടി കഴിച്ചുകൂട്ടാണ്. അതൊക്കെ വലിയ തെറ്റാണ്.
ജനങ്ങളോട് ചെയ്യുന്ന, പ്രത്യേകിച്ച് പൂർവിക വരുന്ന തലമുറയോട് ചെയ്യുന്ന വലിയ തെറ്റാണ് ഒരിക്കൽ കൂടി പറയാം. ഇന്നിപ്പോൾ ഏതായാലും അച്യുതാനന്ദ സഖാവിനെ മണ്ണിൽ നിന്ന് പഠിച്ച് നമ്മളെ ഓരോരുത്തരും മണ്ണിലേക്ക് മടങ്ങുന്ന പോലെ മണ്ണിലേക്ക് മടങ്ങി. നമ്മുടെ നിമിഷപ്രിയയെ മോചിപ്പിക്കണം എന്ന് പറയുന്ന കൂട്ടത്തിൽ ചിലവരുടെ നിമിഷപ്രിയത് മുഴുവൻ തെറ്റാണ്, യാതൊരു സംശയമില്ല. പക്ഷേ എങ്കിലും ഒരു അവസരം കിട്ടിയപ്പോൾ രക്ഷപ്പെട്ടവർ. അതുപോലെ അച്യുതാനന്ദൻ സഖാവ് ചെയ്ത ഒന്ന് രണ്ട് ചെറിയ ന്യൂനതയുള്ള പ്രവർത്തനമുണ്ട്. പക്ഷേ അതുകൊണ്ട് പേരിൽ അദ്ദേഹം ചെയ്ത് മുഴുവൻ തെറ്റാണെന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. അങ്ങനെ പറയാൻ പാടില്ല. രണ്ട് കാര്യം, ഞാൻ മൊയ്തീൻ ഷാ, നമ്മുടെ മോഡേൺ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ഞാനന്ന്. ഇത് 7 വർഷം മുൻപാണ്. അന്ന് പ്രതിപക്ഷ നേതാവ് 9 വർഷമില്ല, അപ്പോൾ 9 വർഷമാകുമ്പോൾ അതിനേക്കാൾ കുറച്ച് വർഷം മുമ്പാണ്. കാരണം ഇപ്പം പിണറായി വന്നിട്ട് 9 വർഷം, അതിന് മുമ്പ് അദ്ദേഹം മുഖ്യമന്ത്രി ഇരിക്കും, അതിന് മുമ്പാണ്. അപ്പോൾ 9, 14, 10-15 വർഷം മുമ്പാണ്. 15 വർഷം മുമ്പാണ് ഞാൻ PTA പ്രസിഡന്റ് ഇരിക്കുമ്പോൾ അതിന് 100 കണക്കിന് സ്കൂളുകളുണ്ട് കേരളത്തിൽ. അതെല്ലാം കൂടി ഞാൻ അസോസിയേഷൻ സംസ്ഥാന ചെയർമാനായത്. അങ്ങനെ മോഡൽ സ്കൂളിൽ ഒരു ആവശ്യമുണ്ട്. ഞാനും അടുത്ത പ്രിൻസിപ്പാളും കൂടി ഈ അച്യുതാനന്ദ സഖാവിനെ ആലുവ പാലസ് കാണുന്നത്. അന്ന് പുള്ളി പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ ഞങ്ങളിതിപ്പോൾ ഒരു 7-8 മണിക്കാണ് പറഞ്ഞത്. അപ്പോൾ 8 മണിക്ക് വന്ന് അപ്പോൾ ലുങ്കി മെനു ഇട്ട് അവിടെ ഇരിക്കുകയാണ്. ഞങ്ങൾ എല്ലാ കയ്യിലും പറഞ്ഞ് അവസാനം ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല സഖാവ്, ഈ മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ചാണ് പാസ്സാകുന്നത്, എല്ലാ കൊല്ലം കോപ്പി അടിക്കാൻ പറ്റുമോ, നമുക്കൊരു ഭരണ സംവിധാനം ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ഒന്ന് ചിരിച്ചു, ഒന്നും പറഞ്ഞില്ല. അതിനർത്ഥം മലപ്പുറത്തെ കുട്ടികൾ ജയിക്കുന്നത് കോപ്പി അടിച്ചിട്ടാണെന്ന് ആ മനുഷ്യന് വായിൽ നിന്ന് പറഞ്ഞാണ്. കേട്ടിയാൽ ഞാൻ വായിൽ പറയുന്നത് ഞാൻ TV കണ്ടിട്ടില്ല. മറ്റൊന്ന്, 20 വർഷം കൊണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞാൽ വീണ്ടും കേരളം മുസ്ലിം രാജ്യമാകും അതിനുള്ള ശ്രമമാണ് നടത്തുന്നതാണ്. അത് മുസ്ലിം ലീഗുകളുടെ വിരോധം കൊണ്ടായിരിക്കാം. പക്ഷെ അദ്ദേഹം അത് പറഞ്ഞു വരുമ്പോൾ സമുദായത്തിൻ്റെ കാര്യം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, വെള്ളപ്പള്ളി പറഞ്ഞു ഈഴവരെല്ലാം ഒരുമിച്ച് വെക്കണമെന്ന്. എൻ്റെ വെള്ളപ്പള്ളി സാറ് ഈഴവരെല്ലാം ഒരുമിച്ച് ഇതേണ്ട 80% LDF കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കല്ലേ. ഇത് എന്ത് യോജിക്കാനാണ്? 80% ഈഴവരും ഏതാണ്ട് CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിലാണ്. അത് CPIയിൽ പിന്നെ കുറേ മാറ്റിയുണ്ട്. അപ്പോൾ ഏതാണ്ട് 90% കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിട്ട് നിൽക്കുകയാണ് കേരളത്തിൽ. പിന്നെ എവിടെ നിന്നാണ് എങ്ങനെ യോജിക്കാനാണ്? എന്താ അവിടെ കുഴപ്പം? അപ്പോൾ എന്തുകൊണ്ടാണ് മരുഭൂമി ഉണ്ടാകുന്ന ഒരു പുസ്തകമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിലെ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ തീവ്രവാദികളാകുന്നത്? സിമ്പിളാണത്. നമ്മുടെ മരിച്ച G. കാർത്തികയില്ലേ, അദ്ദേഹം YMCയിൽ വെച്ചിട്ട് ക്രിസ്ത്യൻ സമുദായത്തിലെ യുവജനങ്ങളുടെ ഒരു മീറ്റിങ്ങിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചു. എന്തൊക്കെ പറഞ്ഞാലും ക്രിസ്ത്യൻ സമുദായത്തിലെ യുവാക്കൾ തീവ്രവാദത്തിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു. ശരിയാണ്, അത് ശരിയാണ്, തെറ്റുമില്ല. ഇന്നിപ്പോൾ കുറച്ച് മാറിയുണ്ട്. അപ്പം ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം സാറ് മരിച്ചു, ഞാൻ ഇന്നത്തെ തലമുറയോട് അല്ലെങ്കിൽ ഇന്നത്തെ ജനങ്ങളോട് ചോദിക്കുകയാണ്, നാം ഒന്ന് ആവശ്യം 2 കിട്ടുമെങ്കിൽ പിന്നെ നമ്മൾ ഇന്ന് തീവ്രവാദത്തിൽ പോകുന്നത്? ക്രിസ്തീയ സമുദായത്തിലെ കുട്ടികൾ വളർന്ന് വികസിച്ച് അന്തരിച്ച് വരുമ്പോൾ ജോലി പോയിട്ട് ബിസിനസ് എല്ലാ സംവിധാനവും ഉണ്ട്. പിന്നെ അവരെന്താ തീവ്രവാദത്തിൽ പോകുന്നത്? മറിച്ച് മുസ്ലിം സമുദായത്തിലെ കുട്ടികളോ, അവർ ചെയ്യുന്നതൊക്കെ കുറ്റമായിട്ടേ കാണുള്ളൂ. അവർക്ക് വേണ്ടത്തെ അവസരം കൊടുക്കുന്നില്ല. അപ്പോൾ തീവ്രവാദത്തിലേക്ക് വരും കുറച്ച് ആൾക്കാരെങ്കിലും. അങ്ങനെയാണ് മരുഭൂമി ഉണ്ടാകുന്ന പറയുമ്പോൾ തീവ്രവാദികളുള്ളത്. അതൊക്കെ വലിയ സംഭവമാണ്. അപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഒരു കാര്യം നിങ്ങൾ സൂചിപ്പിക്കാം. ഞാനൊരു മുസ്ലിമാണ്, മൊയ്തീൻ ഷാ. ഒരു മുസ്ലിം സുഹൃത്തോട് ചോദിക്കണം, മുസ്ലിം സുഹൃത്തെ, നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, യാതൊരു പരിവില്ലാത്ത ഒരു അമുസ്ലിമിനെ അല്ലെങ്കിൽ ഹിന്ദു ക്രിസ്ത്യാനി ഉള്ള ഒരാളെ നിങ്ങൾ മനസ്സുകൊണ്ട് ശപിക്കുകയോ പ്രവൃത്തി കൊണ്ട് ശല്യം ചെയ്യുകയോ അല്ലെങ്കിൽ ആക്രമിക്കുകയോ കൊല ചെയ്യാൻ ശ്രമിക്കുകയോ കൊലപാതകം നടത്തുകയോ ചെയ്താൽ നിങ്ങളെക്കാൾ മോശമായ ഒരാൾ ഈ ലോകത്ത് വരെ ഉണ്ടാവും. ഒരു മുസ്ലിമിനോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഒരിക്കൽ പോലും കാണാത്ത, നിങ്ങൾ അറിയാത്ത ഒരു അമുസ്ലിമിന്, ഇവിടെ അമുസ്ലിം നമ്മൾ ഉദ്ദേശിച്ച് ക്രിസ്ത്യൻ ഹിന്ദു വേണം, നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ കാര്യം ചെയ്യാൻ ശ്രമിക്കാൻ, നിങ്ങളെക്കാൾ മോശമായിട്ട് ഒരു മാനവകുലത്തിൽ ജനിച്ച ഒരു വ്യക്തി ലോകത്ത് വരേണ്ടാവോ? അതിന് മറുവശമുണ്ട്.
ഒരിക്കലും കാണാത്ത, ഒരിക്കലും അറിയാത്ത, യാതൊരു ബന്ധമില്ലാത്ത, ശല്യമില്ലാത്ത നൂറുകണക്കിന് മുസ്ലിങ്ങളെ ഇവിടുത്തെ ഹിന്ദു തീവ്രവാദികൾ നേതാക്കൾ അവരെ കൂടി ചെയ്യിക്കുകയാണ്. അത് ശരിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക, മനസ്സിലാക്കണ്ടേ? അതാണ് അങ്ങനെ അതിൻ്റെ പൊരുളതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അച്യുതാനന്ദൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ 2-3 കാര്യങ്ങൾ പറഞ്ഞത് അച്യുതാനന്ദൻ അറിഞ്ഞോ അറിയാതെയോ ആയതാണ്. അതാണ് ഇപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ ഇവിടെ SNDP ഉൾപ്പെടെ ഹിന്ദു തീവ്രവാദികൾ ഉൾപ്പെടെ എടുക്കുന്നത്. എങ്ങനെയാണ് 1% പോലും പോപ്പുലർ ഫ്രണ്ടുകാർ ഇല്ലെന്ന് അവർ തന്നെ പറയുന്നു. മുസ്ലിം ജനസംഖ്യയിൽ 1% പോലും പോപ്പുലർ ഫ്രണ്ടുകാരില്ല. അത് കറക്റ്റാണ്. 1% പോലും പോപ്പുലർ ഫ്രണ്ടുകാർ ഇല്ലെന്ന് നിങ്ങൾ തന്നെ പറയുമ്പോഴേ, ഇന്നലെ മിനിയാന്ന് മരിച്ച മുൻ മുഖ്യമന്ത്രി, അന്ന് മുഖ്യമന്ത്രി ആയിരിക്കണം, മുഖ്യമന്ത്രി ഇങ്ങനെ പറയാണ് 20 വർഷം കൊണ്ട് ഇന്ത്യയെന്നാ പുള്ളി ആദ്യം പറഞ്ഞത്. എന്നിട്ട് അത് പിന്നെ കേരളം തിരുത്തി, കേരളം മുസ്ലിം ഭൂരിപക്ഷം ആകുമെന്ന് പറഞ്ഞാൽ അവിടെ എന്തിനാണ് ശരിയാകുന്നത്? രണ്ടും കൂടി യോജിക്കുന്നില്ലല്ലോ സർ. ആകെ നിങ്ങൾ പറഞ്ഞ 1% താഴെയുള്ള തീവ്രവാദികൾ, അത് ശരിയാണ്, കറക്റ്റാണ്. 1000, 100 പേര് ഒരാൾ പോലും തീവ്രവാദത്തിൽ പോയിട്ടില്ല കേരളത്തിൽ, മുസ്ലിം സമുദായത്തിൽ. പക്ഷെ അവർ 20 വർഷം കൊണ്ട് പൈസ കൊടുത്തും ഭീഷണിപ്പെടുത്തിയും കൊന്നും ജനസംഖ്യ വർദ്ധിപ്പിച്ച് കേരളം ആക്കും എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലോജിക്കുണ്ടോ? അവിടെ യോജിപ്പുണ്ടോ? അങ്ങനെയെങ്കിൽ അത് പറഞ്ഞതാരാണ്? ഒരു സാധാരണ ഹിന്ദു തീവ്രവാദിയല്ല, മുഖ്യമന്ത്രിയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതേക്കുറിച്ച് അന്വേഷിച്ച് വേറെ നടപടിയെടുക്കണ്ടേ? എന്ത് അന്വേഷിച്ച് നടത്തി, എന്ത് നടപടിയെടുത്ത്? അവിടെയൊക്കെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ യോജിക്കാതെ പോകുന്നത്. അത് നമ്മൾ എതിർക്കുന്നതാണ്. ന്യായമായ കാര്യങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിലെ, ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ആൾക്കാർ വിചാരണ നടക്കാതെ ജയിലിൽ കിടപ്പുണ്ട്. അതിൽ 95% ആരും നിങ്ങൾ അന്വേഷിക്കുക. അപ്പോൾ അറിയാം നമ്മുടെ ജനാധിപത്യ രീതിയും നമ്മുടെ മതേതര സ്വഭാവം മനസ്സിലാവും. ഇന്നും മറ്റേ ബോംബ് കണ്ടത്തിൽ 10-15 വരെ 10-20 വർഷം ജയിലിൽ കഴിച്ചിട്ട് പുറത്ത് അങ്ങനെ പലരും വിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അവസരം പോയില്ലേ? അതിനാര് സമാനം പറയും? നമ്മൾ പറയുന്നത് മറ്റൊരുത്തെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്ന പോലും പാവമാണെന്ന് പറയുന്ന ഒരു തത്വസമയുടെ സമയയുടെ വിശ്വാസമുള്ള ആളാണ് ഞാനും എൻ്റെ ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ലഹളയ്ക്ക് പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ പറയാതിരിക്കും? എവിടെയാണ് നീതി? എവിടെയാണ് സത്യം? അവിടെയാണ് ചിന്തിക്കേണ്ടത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. SNDP കണ്ട് പറയിപ്പിക്കുന്ന ആരാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു, എന്ത് പറയുന്നില്ല. വെള്ളാപ്പള്ളി പോലെയുള്ള ആൾക്കാർ ഇതുപോലെ, PC ജോർജ് പോലെ ആൾക്കാർ ഇതുപോലെ പറഞ്ഞിട്ട് നടപടി എടുക്കാതിരിക്കും. എന്തോ ഒരു ആരോപണത്തിൻ്റെ പേരിൽ, അച്യുതാനന്ദനെ കുറിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ ആ പയ്യനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. തെറ്റ് ചെയ്ത് ശിക്ഷിക്കപ്പെടാനും സംശയമൊന്നുമില്ല. പക്ഷെ അത് എല്ലാവർക്കും തുല്യമായിരിക്കണം. നീതി എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. അവിടെ നമ്മൾ തുല്യ നീതി വേണം. സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി. അതില്ലാതെ വരുമ്പോഴാണ് ചില അധികം ശക്തിയില്ലാത്തവർ തീവ്രവാദത്തിലേക്ക് പോകും. അപ്പോൾ ആദ്യമായിട്ട് തീവ്രവാദത്തിൽ പോകാതിരിക്കണമെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാവർക്കും തുല്യ നീതി വേണം. ആ തുല്യ നീതി കൊടുത്തു നോക്ക്, അപ്പോൾ അറിയാം എന്തുകൊണ്ട് അവർ തീവ്രവാദത്തിൽ പോകുന്നില്ല എന്ന്. ഇത് നോക്കി ഒരു വശത്ത് ഒരു അനീതി കാണുന്നു, ഇപ്പുറത്ത് തെറ്റ് ചെയ്തത് ശിക്ഷയില്ല, ഇവിടെ തെറ്റ് ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുന്നത്. ഇത് കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന അധികം ക്ഷമയില്ലാത്ത ചില യുവാക്കൾ തീവ്രവാദത്തിൽ പോകും. അതുപോലും തെറ്റാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ ആണെങ്കിൽ പോലും അത് തെറ്റാണ്. അത് തീവ്രവാദത്തിൽ പോലെ അത് കോടതി മുഖേന അല്ലെങ്കിൽ നിയമാനുസൃതമായ രീതിയിൽ ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനാധിപത്യ രീതിയിൽ അല്ലെങ്കിൽ നിയമത്തിന് വഴി പോകണം. ഒരിക്കലും തീവ്രവാദത്തിലേക്ക് പോകുന്നു, അതിന് പ്രോത്സാഹിപ്പിക്കും ശരിയല്ല. പക്ഷെ ഇവിടെ ഒരു വിഭാഗം കണ്ട തെറ്റിലേക്ക് ചെയ്യാൻ പ്രോത്സാഹനം കൊടുക്കല്ലേ? പശുവിൻ്റെ കാര്യത്തിൽ, മറ്റു കാര്യത്തിലൊക്കെ. അതായത് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പശുമാംസം കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. 1ാം സ്ഥാനം വേറെ, 2ാം സ്ഥാനം. അപ്പോൾ ഇവിടെ പശു ഇറച്ചി കൊണ്ടു നടക്കുന്നു എന്ന പേരിൽ, സംശയത്തെ പേരിൽ തല്ലിക്കൊന്നു, എന്നിട്ട് ആ സാധനം മുഴുവൻ വിറ്റ് കോടികൾ സമ്പാദിക്കുന്നു. അതാരാണ് ഇവിടുത്തെ? സംഘപരിവാറിൻ്റെ ആൾക്കാരോ അല്ലെങ്കിൽ ഹിന്ദു നേതാക്കളാണ്. ഒറ്റ മുസ്ലിം ഇവിടുന്ന് ഇറച്ചി കയറ്റുകയും ചെയ്യുന്നില്ല. അത് ഹലാലിന് പേരിടുകയും ചെയ്യും. ഇവിടെ ഹലാൽ എന്ന ബോർഡ് തല്ലിപ്പൊളിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഹലാൽ എന്ന ബോർഡ് വെച്ചിട്ട് അവിടെ കയറ്റി പോവാണ് ടൺ കണക്കിന്, കോടിക്കണക്കിന് രൂപക്ക്. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ശരിയാകുന്നില്ല. അവിടെയാണ് ഈ വിഷയം.
കണക്ക് യോജിക്കുന്നില്ല. 4, 3, 6, 8 കൂട്ടിയ കണക്ക് ശരിയാവും. 4, 3, 7 തന്നെ ആകണ്ടേ? അവിടെയാണ് പ്രശ്നങ്ങൾ. എന്നിരുന്നാലും ഞാൻ മുസ്ലിം സമുദായത്തെ പ്രത്യേകപ്പെടാണ്, നിങ്ങൾ ഒരു കാരണവശാലും തീവ്രവാദത്തിലേക്ക് പോകരുത്. നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടി ശ്രമിക്കണം. ഇനി വീണ്ടും ശശി തരൂരിൻ്റെ കാര്യത്തിലേക്ക് പറയാം. ശശി തരൂർ കോൺഗ്രസ് നിന്നു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ നിന്നു. അത് തന്നില്ല. നിങ്ങൾ ആരാണപ്പാ, നിങ്ങൾ ആരാണ് എന്ന് പണ്ട് ജഗതി ചോദിക്കുന്ന സിനിമയില്ല, അതുപോലെ നിങ്ങൾ ആരാണെന്ന് ശശി തരൂർ പിന്നെ നമ്മുടെ മുരളീധരനോടും ഉണ്ണിരാജോട് ചോദിക്കണം. ശരിയല്ലേ ഇത്? ഇവർ രണ്ടുപേർക്കും AICC മെമ്പറും അല്ലെങ്കിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറായ ശശി തരൂരിനോട് ചോദിക്കാൻ എന്താ പവർ എന്നുള്ള ചോദ്യം അത് ന്യായമാണ്. അത് പറയണമെങ്കിൽ AICC പ്രസിഡന്റോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ ഒക്കെ ആയിരിക്കണം. അതെൻ്റെ ഒരു വശം ശരിയാണ്. എങ്കിലും ഇപ്പോഴത്തെ കണ്ടീഷനിൽ ശശി തരൂർ കാണുന്ന പ്രവൃത്തി അല്ലെങ്കിൽ അത് ചിന്താഗതി ഒരിക്കലും ശരിയാണെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അറിയാമല്ലോ എന്തിനാണ് ഉപരാഷ്ട്രപതി രാജിവെച്ചത്, അതിന് പുറകിലെ കളി എന്താണ്, അദ്ദേഹം എന്താണ് പറഞ്ഞത്, എന്ത് ഫയലിൻ്റെ പേരിലാണ് ശിക്ഷിക്കുന്നത് അല്ലെങ്കിൽ രാജിവെച്ചത്, സ്വയം രാജിവെച്ചാണോ, അല്ലെങ്കിൽ വൈകിട്ട് 5 വരെ രാജ്യസഭയിൽ യോഗം കൂടിയിട്ട് 5 7 മണിക്കട്ട് അദ്ദേഹം സ്വയം രാജി പ്രഖ്യാപിക്കാമെന്ന് പറയുമ്പോഴേ അതിൻ്റെ പുറകിലുള്ള കളികളൊക്കെ വളരെ 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 കൂടുതലാണ്. അതൊന്നും സത്യം പുറത്തു വരുന്നതല്ല. മാലിക്, നമ്മുടെ കാശ്മീരിലെ ഗവർണറായിരുന്ന മാലിക്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ചില ബന്ധങ്ങളുണ്ട്, ബന്ധനങ്ങളുമുണ്ട്. അതിനർത്ഥം നമ്മുടെ ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന കക്ഷി അല്ല ചില നേതാക്കൾ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ ശരിയല്ലെന്നാണ് പബ്ലിക്കിന് സംശയം. അതൊക്കെ ഇതിനൊക്കെ പുറകിൽ കാണുന്നത്. ഇന്നിപ്പോൾ ന്യൂസ് കേട്ട് രാഷ്ട്രപതി രാജിവെക്കാൻ പോകും. ഇവർക്ക് ഇവിടെ കിട്ടാറിയില്ല, നമുക്കതൊക്കെ കിട്ടിയിട്ടൊന്നും പറയാം. അങ്ങനെ പറയുന്നു രാഷ്ട്രപതി രാജിവെക്കാൻ പോകുന്നത്. സാധാരണഗതിയിൽ ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതിയും രാജിവെക്കാറില്ല. കാരണം അവർ രാജ്യം ആർക്ക് വഹിക്കേണ്ട ആവശ്യം എന്ത്? അവരാണ് സുപ്രീം. ഞാൻ വീട്ടിൽ ഗൃഹനാഥനാണെങ്കിൽ ഇപ്പം ഞാൻ വീട് വിട്ടുപോണ്. എന്നിട്ടും വീട് വിട്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, വീട് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അറിയാമല്ലോ ആ സെക്ഷനിലൊക്കെ എന്തൊക്കെയോ ഡെൻമാർക്കിൽ ചീഞ്ഞാന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ചീഞ്ഞാന്നുള്ളത്. അതാണ് സംഗതി. അപ്പോൾ പിണറായി പോലീസും പിണറായി സഖാവിൻ്റെ ഭരണവും ഒക്കെ മനസ്സിലാക്കേണ്ടത് ചിലവർ ചെയ്യുമ്പോൾ തെറ്റും ചിലർ ചെയ്യുമ്പോൾ ശരി എന്നുള്ള ആ ഒരു വ്യാഖ്യാനം മാറ്റി കാര്യകാരണ സഹിതം നിഷ്പക്ഷമായിട്ട് രാജ്യത്തെ സേവിക്കുക എന്നുള്ളത് ആനുകാലിക രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. അത് നടക്കുന്നില്ല. അവിടെയാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ഒരു വശത്തുകൂടി നമ്മളെ രാജ്യം ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുവെത്തുന്നു. അപ്പോൾ നമ്മൾ ഉന്നത രീതിയാണ്, വലിയ നേട്ടമാണ് എന്നൊക്കെ പറഞ്ഞ് വേറെ രീതിയിൽ പറയുന്നു. ദൈവമേ എന്ന് പറഞ്ഞാൽ ഇത് വിളിച്ചു പോകും മനുഷ്യനെ. അത്ര കണ്ട് നമ്മുടെ രാഷ്ട്രീയം കലുഷിതകുലിശം പോലെ രാഷ്ട്രീയം അത്ര കണ്ട് അതമ്പതിച്ചു പോയി. ജനസേവനമാണ് രാഷ്ട്രീയമെങ്കിൽ ഇന്ന് അതായിട്ട് യാതൊരു ബന്ധമില്ല. കടലും കടലാടിയും പോലെ യാതൊരു ബന്ധവുമില്ല. ഇന്നത്തെ രാഷ്ട്രീയ സേവനം എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക എന്നതിൽ കവിഞ്ഞ് യാതൊരു ഉദ്ദേശം ഒരു 90% നേതാക്കൾക്കും ഇല്ല. യാതൊരു ആത്മാർത്ഥതയില്ല, യാതൊരു രാജ്യസ്നേഹമില്ല. എന്ത് പോക്കറ്റ് ചെയ്തും അധികാരം നിലനിർത്തുക, അധികാരം കിട്ടാൻ വേണ്ടി എന്ത് മാർഗം. എന്തുകൊണ്ടാണ് വർഗീയതകൾ ഉണ്ടാകുന്ന പണ്ടൊരു മഹാൻ ചോദിച്ചു പറഞ്ഞു. അതായത് അർഹരിൽ നിന്ന് അനർഹർ അധികാരം കൈപ്പറ്റുകയും അങ്ങനെ പറ്റിയ അധികാരം നിലനിർത്താൻ വേണ്ടിയാണ് ഈ വർഗീയത ഉണ്ടാക്കുന്നത്. അല്ല രാമനോ പിന്നെ കൃഷ്ണനോ ഭഗവാനോ ക്രിസ്തുദേവനോ നബിക്ക് വേണ്ടി ഒന്നുമല്ല. അവർ നന്നാക്കാനുമല്ല. ഒരു ജാതിയും അവർ ആൾക്കാരെ നന്നാക്കുന്നില്ല. അവർ നന്നാക്കിയിട്ട് അവർ ചില ലക്ഷ്യങ്ങളാണ്. ആ ലക്ഷ്യത്തിൽ വാട വരുമ്പോൾ ചീര തന്നെയും പോലെ ചിലർക്ക് അല്പ നേട്ടം ഉണ്ടാകുന്ന അത്രേ ഉള്ളൂ. മനുഷ്യൻ മനോഹരൻ നല്ല പദം മനസ്സിൽ തട്ടിപ്പോട്ട് പറഞ്ഞ് മാക്സിമം ഓർക്കുന്നു.
മാക്സിം ഗോർക്കി പറഞ്ഞു മനുഷ്യൻ പദം നല്ലതാണ്, അത് തട്ടിപ്പുണ്ടെന്ന് പറഞ്ഞ പോലെയാണ്. ഈ മനുഷ്യൻ കാണിക്കുന്ന ഓരോ പ്രവൃത്തിയും അവൻ്റെ ലക്ഷ്യം ഉദ്ദേശം ജനനന്മയല്ല, എനിക്ക് എങ്ങനെയെങ്കിലും ആളാകണം പണമാകണം എന്നല്ല. പണ്ട് കാലത്ത് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായത്. അല്ല, ഒരു കാര്യം പറയാൻ നിർത്താം, അതെങ്ങനെയെന്ന് കേട്ടോ. തമിഴ്നാട്ടിൽ കാമരാജ് മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രി ആകേണ്ടതാണ്. പക്ഷെ രണ്ട് തടസ്സം വന്നു. ഒന്ന്, ഹിന്ദി ഇംഗ്ലീഷ് ശരിക്കും അറിയണം. ഈ രണ്ട് ഭാഷയിൽ ഏതെങ്കിലും ഒന്നും അറിയില്ലെങ്കിൽ ആകെ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് പുള്ളിക്ക് ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല, തമിഴ് മാത്രമല്ല, വലിയ വിദ്യാഭ്യാസമല്ല. അതുകൊണ്ട് മാത്രം അദ്ദേഹം പ്രധാനമന്ത്രി ആകാതെ പോയത്. പക്ഷെ അദ്ദേഹം അവിടെ മന്ത്രിയായിരിക്കുമ്പോൾ തുടിക്ക് ക്ഷാമം വന്നു. അപ്പോൾ കുറേ നെയ്ത്തുവില്ല് കൂടി തുടങ്ങാൻ വേണ്ടി ജപ്പാനിൽ നിന്ന് 10 യന്ത്രത്തിൽ ഇറക്കുമതി വെച്ചു. അപ്പോൾ 10 വാങ്ങി സ്വാഭാവികമായിട്ട് ഒരെണ്ണം 10% കമ്മീഷൻ കിട്ടും. അതങ്ങനെ രീതിയാണ്. ഇപ്പോൾ നമ്മൾ ആയുധമാക്കി കിട്ടുന്നുണ്ട്, അത് പണ്ടുകൊണ്ട് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞോ, കമ്മീഷൻ വേണ്ട, നിങ്ങൾ 10 പകരം 11 മെഷീൻ ഇറക്കിക്കും. 10 മെഷീൻ ഇറക്കിയിട്ട് അത് 10 ഒരു മെഷീൻ്റെ കാശ് കമ്മീഷൻ അടിച്ചത് രീതി മാറ്റിയിട്ട് അത് വേണ്ട, കമ്മീഷനൊന്നും വേണ്ട, നിങ്ങൾ 11 മെഷീൻ ഇറക്കുമെന്ന് പറഞ്ഞാണ് കാമരാജ്. അതേ കാമരാജിനെ പോലെയുള്ള എത്ര നേതാക്കൾ ഇന്നുണ്ട്, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു നേതാവിൻ്റെ പേരുണ്ട്, ഒരു നേതാവിൻ്റെ കമ്മീഷൻ വാങ്ങിക്കാത്ത അല്ലെങ്കിൽ അഴിമതി ചെയ്യാത്ത ഒരു നേതാവ്. ഇപ്പം മരിച്ചുപോയി നമ്മൾ ബി അച്യുതൻ സഖാവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം വളരെ കറക്റ്റ് നമുക്ക് അഭിമാനിക്കാം. അദ്ദേഹം അഴിമതിയുടെ കാര്യത്തിൽ ഒരു വിട്ടും ചെയ്തിട്ടില്ല, അത് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ലിസ്റ്റ് ഞങ്ങളുടെ മനസ്സിലാകും, ഇനി ഉള്ളിനുള്ളിൽ നമുക്കൊന്നും അറിയില്ല. കാരണം പറഞ്ഞ് ശരിയാണെങ്കിൽ മകൾക്ക് ഒരു പാദസരം വാങ്ങിക്കാൻ പറഞ്ഞപ്പോൾ അച്യുതാനൻ പറഞ്ഞത്, മകളെ ഞാൻ തൊഴിലാളി നേതാവിന് മകളാണ് മോള്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്വർണ്ണാഭരണം ആവശ്യമില്ല എന്നൊന്നും ചെയ്തില്ല, എന്ന് വാങ്ങിച്ചില്ല എന്നാണ് കേട്ടത്. എന്ത് പറഞ്ഞാൽ ശരിയുണ്ട് എന്തായിരിക്കില്ല. അതുപോലെ പറഞ്ഞ സംഭവമുണ്ട്. നമ്മുടെ നെഹ്റു വിദേശ യാത്ര കഴിഞ്ഞ് ലക്ഷ്മി പണ്ഡിറ്റ് പെങ്ങൾക്ക് വേണ്ടി 2 പേന കൊണ്ടുവന്നിട്ട് ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ എന്താ പറഞ്ഞത്, പ്രിയയോട് പറഞ്ഞ് അത് കസ്റ്റംസിൽ കയറി ഡ്യൂട്ടി അടിച്ച് വരാതെ. ഇത് പ്രധാനമന്ത്രി, ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി, കോടികൾ പാർട്ടികൾ ചിലവാക്കി ചെയ്ത ആൾ 2 പേന കൊണ്ടിപ്പോൾ അതിനെ ഡ്യൂട്ടി എടുക്കാൻ പറഞ്ഞ് കിട്ടുക. അതാണ് നെഹ്റു. അതുപോലെയാണ് കാമരാജ്, അതുപോലെ പി അച്യുതാനന്ദൻ. അഴിമതിയുടെ കാര്യത്തിൽ അദ്ദേഹം 100% അനുകൂലിയല്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇനി ഉണ്ടോ ഇല്ലെന്ന് കുഴപ്പമുണ്ടെങ്കിൽ അവർക്ക് പറയട്ടെ. ഏതായാലും അച്യുതാനന്ദൻ്റെ ആത്മാവിന് ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാനൊരു വാക്കിൽ നിർത്താൻ. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.